Hey all, I'm Neshwa from GCare. So ഇന്ന് ഞാൻ ബയോളജിയിലെ ഫസ്റ്റ് ലെസണായ ദ ലിവിങ് വേൾഡിലെ ഫസ്റ്റ് പാർട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ലിവിങ്? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു വസ്തുവിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ അത് വളരുകയോ അനങ്ങുകയോ റിപ്രൊഡ്യൂസ് ചെയ്യുകയോ ശ്വസിക്കുകയോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിന് ജീവനുണ്ട്. അതായത് സംതിങ് ദാറ്റ് ക്യാൻ ഗ്രോ, move, reproduce, sense and respond to the external stimuli, respire and carry out various cellular activities are said to be living. അപ്പോൾ ഈ ലിവിങ് ആണോ അല്ലേ, അതായത് ജീവനുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത്. Growth is usually defined as the increase in number of mass and increase in the number of individuals. ഒരു വസ്തുവിൻ്റെ മാസും എണ്ണവും കൂടുന്നുണ്ടെങ്കിൽ അത് വളരുന്നുണ്ട് എന്നാണ് അർത്ഥം. മൃഗങ്ങളിൽ ഗ്രോത്ത് ഒരു സെർട്ടീൻ ഏജിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ നോൺ ലിവിങ് തിങ്സ് വളരുന്നില്ലേ? നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസും കൂടുന്നു. അപ്പം ജീവനുള്ള സാധനങ്ങൾ മാത്രമല്ലല്ലോ വളരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ലിവിങ് തിങ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിട്ട് കൂട്ടാൻ പറ്റൂല. പക്ഷേ ജീവനുള്ള സാധനങ്ങൾ വളരുന്നുമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗ്രോത്ത് ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് എ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മാസ് ആൻഡ് increase in the number of individuals. In animals, growth is seen only up to a certain age. However, cell division occurs in certain tissues to replace lost cells. But do non-living things grow? Since increase in body mass is considered as growth, some non-living things also grow due to the accumulation of particles. For example, the growth of a mountain. Hence, growth cannot be taken as the defining characteristics of living beings only. അടുത്തൊരു ക്യാരക്ടറാണ് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷൻ is a process by which an organism produces an individual like its own. അപ്പോൾ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ജീവി മറ്റൊരു ജീവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്. ആനിമൽസ് ലൈക്ക് ഹ്യൂമൻസ്, അതായത് മാമൽസ് മിക്കതും സെക്ഷൽ റിപ്രൊഡക്ഷനാണ്. പിന്നെ ഹൈഡ്ര, ഈസ്റ്റൊക്കെ അസെക്ഷലിയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം എല്ലാ ജീവികളും റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് ഒന്നും റിപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം റിപ്രൊഡക്ഷന് ഒരു ഡിഫൈനിങ് ക്യാരക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, so reproduction, it is a process by which an organism produces an individual like its own. The two types of reproduction are sexual reproduction and asexual reproduction. Some animals like humans reproduce by sexual reproduction, and some organisms like hydra and yeast produce asexually. Mules, sterile worker bees, infertile human couples do not reproduce. Hence, reproduction cannot be considered as a typical character in defining living. അടുത്തൊരു ക്യാരക്ടറാണ് മെറ്റാബോളിസം. മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സം ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻസിനെയാണ് പറയുന്നത്. ഈ നോൺ ലിവിങ് തിങ്സിൽ മെറ്റബോളിസം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ലിവിങ് തിങ്സിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് കൂട്ടാം. Metabolism. Many chemical reactions are taking place in our body. The sum total of all the chemical reactions is called metabolism. Non-living things do not show metabolism. Hence, metabolism can be considered as a defining property of living organisms. അടുത്തത് സെല്ലാർ ഓർഗനൈസേഷൻ. എല്ലാ ജീവികളും സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് മൾട്ടി സെല്ലറും ആവാം, യൂണി സെല്ലറും ആവാം. അപ്പോൾ ഈ മൾട്ടി സെല്ലർ ഓർഗാനിസംസിൽ സെൽസ് കമ്പൈൻ ചെയ്താണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. പിന്നെ ടിഷ്യൂസ് ഫോം ചെയ്താണ്ട് ഓർഗൻസ് ഉണ്ടാകുന്നു. ഓർഗൻസ് ഫോം ചെയ്താണ്ട് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. പിന്നെ ഓർഗൻ സിസ്റ്റം ടുഗെദർ ഫോം ആൻ ഓർഗാനിസം. അപ്പോൾ ഈ ഒരു സെല്ലാർ ഓർഗനൈസേഷൻ നോൺ ലിവിങ് തിങ്സിൽ കാണുന്നില്ല, അതൊരു ലിവിങ് ഓർഗാനിസമിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ സെല്ലാർ ഓർഗാനിസം ലിവിങ് തിങ്സിൻ്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കൂട്ടാം. സെല്ലുലാർ ഓർഗനൈസേഷൻ. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. Tissues combine to form organs. Organs combine to form organ system. Organ system together form an organism. This kind of cellular organization is absent in non-living things. Hence, cellular organization is a defining property of living beings.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും നടക്കുന്നത് അറിയാനും പിന്നെ നമുക്ക് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതിനുള്ള കഴിവാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഫിസിക്കലാവാം, കെമിക്കലാവാം, ബയോളജിക്കലാവാം. അപ്പം നമ്മൾ നമ്മളുടെ ചുറ്റുള്ള അറിയുക നമ്മളുടെ സെൻസ് ഓർഗൻസ് വെച്ചാണ്. പിന്നെ ഈ പ്ലാന്റ്സ് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ അങ്ങനത്തെയൊക്കെയാണ്. അപ്പം കോൺഷ്യസ്നെസ് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ചുറ്റുള്ളത് നടക്കുന്ന അറിയാൻ പറ്റും. അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലിവിങ് തിങ്സിന് മാത്രമേ പറ്റുള്ളൂ, നോൺ ലിവിങ് തിങ്സിന് പറ്റില്ല. പക്ഷേ ഈ കോമയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് ആയ ആൾക്കാർക്ക് ഇതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവർ ലിവിങ് ആണ്. അപ്പം ഇതൊരു ഡിഫൈൻ ക്യാരക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഹ്യൂമൻസിന് മാത്രമാണ് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത്, സ്വന്തമായിട്ടുള്ള അവെയർനെസ് ഉള്ളത് ഹ്യൂമൻസിന് മാത്രമാണ്. അപ്പം നമുക്ക് നോക്കാം. ദ എബിലിറ്റി ടു സെൻസ് ദി എൻവിറോൺമെൻറ്റ് ഓർ സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവിറോൺമെൻറ്റൽ സ്റ്റിമുലൈ വിച്ച് കുഡ് ബി ഫിസിക്കൽ, chemical or biological. We sense our environment through our sense organs. Plants respond to external factors like light, water, temperature, etc. All organisms are therefore aware of their surroundings. Humans are the only organism that has self-consciousness. But people lying in coma or are brain dead are living too, but the patient has no self-consciousness. അപ്പം കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ലിവിങ് എന്നുള്ളതിന് ഒരു എക്സാക്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. വി ക്യാൻ ഡിഫൈൻ എ ലിവിങ് being by saying that living organisms are self-replicating, evolving and self-regulating interactive systems capable of responding to external stimuli. So that's all. നിങ്ങൾക്ക് എന്താണ് ലിവിങ് എന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു. ഹായ് ഓൾ, ഐ എം ക്ലെയർ മരിയ ജോർജ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻ ടു യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെല്ലാവരും പല പല സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ്. അതേപോലെ നമ്മുടെ യൂണിവേഴ്സിലും പല പല സ്വഭാവമുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സ്, ആനിമൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, പല പല സ്വഭാവമാണ് ഇവരെല്ലാവരും കാണിക്കുന്നത്. ഈ പല സ്വഭാവമുള്ള എല്ലാവരെയും കൂട്ടി പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു ഡെഫിനിഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഓൾ ലിവിങ് ഓർഗാനിസം ലിവിങ് ഓൺ എർത്ത് ടുഗെദർ മേക്കപ്പ് ദ നാച്ചുറൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും നാച്ചുറൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾക്കൊള്ളുന്നവയാണ്. അല്ലെങ്കിൽ നാച്ചുറൽ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ പ്രകൃതി വൈവിധ്യം. പ്രകൃതി വൈവിധ്യത്തിൽ ഉൾക്കൊള്ളുന്നവരാണ്. ഈ ഭൂമിയിലെ ഈ പറയുന്ന പ്രകൃതി വൈവിധ്യത്തെയാണ് നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നും കൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും നാച്ചുറൽ ഡൈവേഴ്സിറ്റി അഥവാ പ്രകൃതി വൈവിധ്യത്തിൽ ഉൾക്കൊള്ളുന്നവയാണ്. ആ പ്രകൃതി വൈവിധ്യത്തെയാണ് നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, പല പല സ്പീഷീസ് ആൾക്കാരുണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ പേര് വെച്ചാണ് ഓരോരുത്തരും അറിയപ്പെടുന്നത്. അതായത് നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊരു പേരാണ് വിളിക്കുന്നത്, കൂട്ടുകാരുടെ ഇടയിൽ വേറെ പേരായിരിക്കും, നമുക്ക് ഒഫീഷ്യലായിട്ട് കുറേ പേരുകളുണ്ടാവും. അങ്ങനെ അതേപോലെ തന്നെ ഓരോ ഓർഗാനിസത്തിനും എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ കാക്ക, നമ്മുടെ നാട്ടിൽ കാക്ക എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഈ കാക്കേനെ കൗവ എന്നൊക്കെയാണ് പറയുക. അപ്പം ഇങ്ങനെ പേരുകളിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു വേരിയേഷൻ വരുമ്പോൾ നമ്മളിപ്പം വേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരായിട്ട് തന്നെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കൗവ നമ്മൾ പറഞ്ഞ കാക്ക തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരും. ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ബയോളജി കുറേ അധികം മെത്തേഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നടത്തുന്ന ആ ഒരു മെത്തേഡ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു സയൻസാണ് ടാക്സോണമി എന്ന് പറയുന്നത്.
അതായത് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഈസ് കോൾഡ് ടാക്സോണമി ഓർ സിസ്റ്റമാറ്റിക്സ്. അതായത് ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, അതായത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നോമൻക്ലേച്ചർ നടത്തി അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടാക്സോണമി എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് അതിനെ നോമൻക്ലേച്ചർ നടത്തി അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അവർ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, നോമൻക്ലേച്ചർ നടത്തുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പം ഈ ഒരു ടാക്സോണമിയിൽ ഡീൽ ചെയ്യുന്ന ഈ 3 കാര്യത്തിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ സിമ്പിളാണ്. അതായത് നമ്മളൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരിടൽ ചടങ്ങ് നടത്തും. ആ ഒരു ഇതാണ് മെത്തേഡ് ഓഫ് നെയിമിങ്. മെത്തേഡ് ഓഫ് നെയിം എന്ന് വെച്ചാൽ പേരിടുക. ഓരോ ഓർഗാനിസത്തിനും പേര് ഇടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ടാക്സോണമി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ടാക്സോണമീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ തന്നെ ആണ്. ഇനി ഈ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓരോരുത്തർക്ക് പല പേരുകളുണ്ടാവും. നമുക്ക് വീട്ടിലൊരു പേരുണ്ടാവും, സ്കൂളിലൊരു പേരുണ്ടാവും, അതായത് ഒഫീഷ്യലായിട്ടുള്ള പേരുണ്ടാവും. അതേപോലെ തന്നെ നെയിംസ് ആർ 2 ടൈപ്സ്. 2 ടൈപ്സാണ് നെയിംസ് ഉണ്ടാവുക. ചിലവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ചിലർക്ക് വീട്ടിൽ പേരും സ്കൂളിലെ പേരൊക്കെ ഒന്ന് തന്നെയുള്ളൂ. പക്ഷെ ചിലർക്ക് നെയിംസ് ചിലപ്പോൾ 2 ടൈപ്സാണ് ഉണ്ടാവാറ്. ലോക്കൽ നെയിം, അതായത് വീട്ടിൽ വിളിക്കുന്ന നമുക്കൊരു പേരുണ്ടാവും, സ്കൂളിൽ വിളിക്കുന്ന ഒഫീഷ്യലായിട്ടൊരു പേര്. അതേപോലെ ലോക്കൽ നെയിംസ് ആൻഡ് സയൻറ്റിഫിക് നെയിംസ്, അങ്ങനെ 2 ടൈപ്പ് ഓഫ് നെയിംസ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ടാക്സോണമീൻ്റെ വേറൊരു ആ ഒരു ഇതിലെ ഡീൽ ചെയ്യുന്ന വേറൊന്നാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, കാക്കയും കൗവയും. നമ്മൾ പറഞ്ഞ കാക്ക, അവർ പറഞ്ഞ കൗവ, ഇത് രണ്ടും ഒന്നാണോ എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞ കാക്ക, അവർ പറഞ്ഞ കൗവ രണ്ടും ഒരേ സാധനം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക. അതായത് ഇസ് എ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ടു ഡിസ്റ്റിങ്വിഷ് ഓർഗാനിസം ഫ്രം അതേഴ്സ്. അതായത് കാക്ക എന്ന് പറഞ്ഞ പക്ഷികളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സും അവർ പറഞ്ഞ ഫീച്ചേഴ്സും ഒരേതായിട്ട് ഈ പക്ഷികളുടെ ഇടയ്ക്കിൽ നിന്ന് കാക്കേനെ എടുത്തു. ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, കാക്കേനെ കണ്ടുപിടിച്ചു. ആ ഒരു ഐഡൻറ്റിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ തന്നെ പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ 3 കാര്യത്തെ ഡീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ നോമൻക്ലേച്ചർ എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സാധനം തന്നെ ഒന്നും കൂടി കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു പേരിടൽ ചടങ്ങാണെന്ന് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിന് പേരിടുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ പറയുന്നതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ബയോളജിക്കലായിട്ട് ഒരു സാധനത്തിന് പേര് കൊടുക്കുക, അതായത് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ വിച്ച് ആൻ ഓർഗാനിസംസ് ഈസ് നോൺ ബൈ സയൻറ്റിഫിക് നെയിം ഹാവിങ് 2 കോമ്പൗണ്ട്സ്. അതായത് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേരിടുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് അവർക്ക് കൊടുക്കുന്ന പേര് സയൻറ്റിഫിക് ആയിട്ടുള്ള പേരായിരിക്കും. സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചാൽ ഈ വേൾഡ് മൊത്തം അറിയുന്ന പേര് കണ്ടുപിടിക്കുക, വേൾഡ് മൊത്തം അറിയുന്ന ഒരു പേര് ഇടുക, അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം കൊടുക്കുക എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് പേരിൽ 2 കോമ്പോണൻസ് ആണ് ഉണ്ടാവുക. കോമ്പോണൻസ് എന്ന് വെച്ചാൽ 2 വേർഡ്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന മെത്തേഡ് 1758 കാൾസ് ലിനൈൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബൈനോമിയൽ നെയിം എന്ന് പറയുമ്പം അതിൻ്റെ ഫസ്റ്റ് കോമ്പോണൻറ്റ്, അതായത് അത് 2 വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് വേർഡ് നമ്മളെപ്പോഴും ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നെയിമാണ് പറയുക. നമ്മൾ ജീനസ് നെയിം എന്നൊക്കെ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ജീനസ് നെയിമാണ് നമ്മൾ ഫസ്റ്റ് വേർഡിന് കൊടുക്കുക. രണ്ടാമത്തെ വേർഡിന് നമ്മൾ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പീഷ്യസിൻ്റെ പേരായിരിക്കും നമ്മൾ രണ്ടാമത്തെ വേർഡിന് കൊടുക്കുക. ഇനി അടുത്തത്, ആർക്കൊക്കെ ഈ സയൻറ്റിഫിക് നെയിംസ് ഇടാൻ പറ്റും, അതാണ് നമുക്ക് അടുത്തൊരു ഡൗട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഏതൊരാൾക്കും ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് പേരിടാൻ പറ്റും.
പക്ഷേ അതിൻ്റേതായ കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസ് ഫ്രെയിം ചെയ്ത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷൻസാണ് ICBNും ICZN എന്നും പറയുന്നത്. ICBN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെപ്പോഴും പ്ലാന്റ്സ് ആയിട്ട് കൂടി നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്ലാന്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബൊട്ടാണിക്കൽ. അപ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ നോമൻക്ലേച്ചർ മെത്തേഡിനെ സഹായിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഈ ICBN എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി അടുത്തത് ICZN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്നത് ഈ ICZN എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും കൊടുക്കുക. നമ്മളപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ടാക്സോണമി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നോമൻക്ലേച്ചർ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ 3 കാര്യത്തെ ഡീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോമൻക്ലേച്ചർ എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സാധനം തന്നെ ഒന്നും കൂടി കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു പേരിടൽ ചടങ്ങാണെന്ന് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിന് പേരിടുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ പറയുന്നതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ബയോളജിക്കലായിട്ട് ഒരു സാധനത്തിന് പേര് കൊടുക്കുക, അതായത് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ വിച്ച് ആൻ ഓർഗാനിസംസ് ഈസ് നോൺ ബൈ സയൻറ്റിഫിക് നെയിം ഹാവിങ് 2 കോമ്പൗണ്ട്സ്. അതായത് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേരിടുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് അവർക്ക് കൊടുക്കുന്ന പേര് സയൻറ്റിഫിക് ആയിട്ടുള്ള പേരായിരിക്കും. സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചാൽ ഈ വേൾഡ് മൊത്തം അറിയുന്ന പേര് കണ്ടുപിടിക്കുക, വേൾഡ് മൊത്തം അറിയുന്ന ഒരു പേര് ഇടുക, അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം കൊടുക്കുക എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് പേരിൽ 2 കോമ്പോണൻസ് ആണ് ഉണ്ടാവുക. കോമ്പോണൻസ് എന്ന് വെച്ചാൽ 2 വേർഡ്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന മെത്തേഡ് 1758 കാൾസ് ലിനൈൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബൈനോമിയൽ നെയിം എന്ന് പറയുമ്പം അതിൻ്റെ ഫസ്റ്റ് കോമ്പോണൻറ്റ്, അതായത് അത് 2 വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് വേർഡ് നമ്മളെപ്പോഴും ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നെയിം, ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നെയിമാണ് പറയുക. നമ്മൾ ജീനസ് നെയിം എന്നൊക്കെ വെച്ചാൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്, സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ജനറിക് ജീനസ് നെയിമാണ് നമ്മൾ ഫസ്റ്റ് വേർഡിന് കൊടുക്കുക. രണ്ടാമത്തെ വേർഡിന് നമ്മൾ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിം, സ്പീഷ്യസിൻ്റെ പേരായിരിക്കും നമ്മൾ രണ്ടാമത്തെ വേർഡിന് കൊടുക്കുക. ഇനി അടുത്തത് ആർക്കൊക്കെ ഈ സയൻറ്റിഫിക് നെയിംസ് ഇടാൻ പറ്റും, ആർക്കൊക്കെ ഈ സയൻറ്റിഫിക് നെയിംസ് ഇടാൻ പറ്റും, അതാണ് നമുക്ക് അടുത്തൊരു ഡൗട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എനിവൺ, ഏതൊരാൾക്കും ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് പേരിടാൻ പറ്റും. പക്ഷേ അതിൻ്റേതായ കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസ് ഫ്രെയിം ചെയ്ത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷൻസാണ് ICBNും ICZN എന്നും പറയുന്നത്. ICBN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെപ്പോഴും പ്ലാന്റ്സ് ആയിട്ട് കൂടി നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്ലാന്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബൊട്ടാണിക്കൽ. അപ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ നോമൻക്ലേച്ചർ മെത്തേഡിനെ സഹായിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഈ ICBN എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി അടുത്തത് ICZN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്നത് ഈ ICZN എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും കൊടുക്കുക. നമ്മളപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും ഇതാണ്. ചുരുക്കി എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ബൈനോമിയൽ നെയിം ഇറ്റാലിക്സിലേ എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഈ ഓദറിൻ്റെ നെയിം ഒരിക്കലും നമ്മൾ ഇറ്റാലിക്സിൽ എഴുതാൻ പാടില്ല. ഇറ്റാലിക്സ് എന്ന് വെച്ചാൽ ചെരിച്ച് എഴുതാൻ പാടില്ല. നമ്മളെപ്പോഴും റോമനായിട്ട് എഴുതണം. റോമൻ എന്ന് വെച്ചാൽ ബോൾഡ് അല്ലാതെ വെച്ചാൽ കട്ടിയില്ലാതെ നേർക്ക് എഴുതാൻ എപ്പോഴും നോക്കണം. അതായത് എക്സാമ്പിളായിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് എഴുതിയിട്ടില്ലേ, മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ.
അതായത് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന ബൈനോമിയൽ നെയിമിനെ നമ്മൾ ഇറ്റാലിക്സിൽ എഴുതിയിട്ട് ലിന്നിനെ നമ്മൾ റോമനിൽ എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ ഹോമോസാപ്പിയൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ഇറ്റാലിക്സിൽ എഴുതിയിട്ട് ലിന്നിനെ നമ്മൾ എന്ത് ചെയ്തു, റോമനിൽ എഴുതി. അതാണ്. അപ്പം ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് സ്പീഷ്യസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഓതറിൻ്റെ പേര് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത് അവിടെ തന്നിരിക്കുന്ന സ്പീഷ്യസ് നെയിം. അത് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക എടുക്കാം. മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്നാണ് വരുന്നത്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷ്യസ് അതായത് കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ ഓതറാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിനൊരു റെപ്രസെൻറ്റേഷനായിട്ടാണ് നമ്മൾ ഓതറിൻ്റെ പേര് കൂടെ എഴുതുന്നത്. അപ്പോൾ അതന്നെയുള്ളൂ. അത്രയാണ് നമ്മൾ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ നടത്തുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ടാക്സോണമി ഡീൽ ചെയ്യുന്നത് നോമൻക്ലേച്ചർ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഇസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന കുറേ സവിശേഷതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല ഒരു ഓർഗാനിസത്തിൻ്റെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും അതിന് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അതിന് ചേർന്ന കാറ്റഗറീസിൽ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് വരും, കുറച്ച് സാധനങ്ങൾ തന്നിട്ട് ഇന്ന 2 ടേബിളാക്കും. എന്നിട്ട് നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കും ഒരു കോളത്തിന്, മറ്റേ ഹെഡിങ് കൊടുക്കും മറ്റേ കോളത്തിന്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ കോളത്തിന് ചേർന്നതിനെ ഗ്രൂപ്പ് ചെയ്ത് ആദ്യത്തേൽ എഴുതും, സെക്കൻഡത്തിന് ചേർന്നതിന് ഗ്രൂപ്പ് ചെയ്ത് രണ്ടാമത്തേൽ എഴുതും. അതേപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ ഈസിലി എളുപ്പത്തിൽ തന്നെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇൻറ്റു യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടോപ്പിക്ക് അത്രേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ? ഇപ്പോൾ നമ്മൾ കുറേ ആനിമൽസിനൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ചിലതൊക്കെ സിമിലർ ആയിട്ട് തോന്നിയേക്കാം, ചിലതിനൊക്കെ ഒരു സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെ പഠിക്കാനൊക്കെ ഇമ്പോസിബിളാണ്, നമുക്ക് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാം ഈ സിമിലർ ക്യാരക്ടർ ഉള്ളതിനെയും പ്രോപ്പർട്ടി ഉള്ളതിനെല്ലാം ഒരു ഗ്രൂപ്പിലാക്കും. അങ്ങനെ അവരെ പ്രോപ്പർട്ടീസും ക്യാരക്ടേഴ്സും ഒക്കെ അനുസരിച്ച് ഇതിങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ഇപ്പം ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദി സം ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ നമ്മളതിനെ സെയിം ഉള്ളതിനെല്ലാം ഒരു ഗ്രൂപ്പിലാക്കും. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഡോഗിനെ ഡോഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വേഗം വരും ഒരു ഡോഗിൻ്റെ പിക്ചർ. നമ്മളപ്പോൾ ക്യാറ്റിനെയും വേറെ ആനിമൽസിൻ്റെ ചിത്രമൊന്നും അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ വരാം. അപ്പോൾ നമ്മളൊരു വീറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ വീറ്റ് ആയിരിക്കും വരാം, വേറെ റൈസോ വേറെ പ്ലാന്റ്സിൻ്റെ ഇമേജ് ഒന്നുമല്ല നമുക്ക് വരാം. അപ്പം ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ടാക്സ. ഈ ടാക്സ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ടാക്സ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമാണ് പറയാം. അപ്പോൾ നമ്മൾ വേറെ രാജ്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് ക്ലാസിഫിക്കേഷൻ അവിടെ വേറെ ലാംഗ്വേജ് വയ്ക്കും. അപ്പം ഇതിനെല്ലാം കൂടി ഡോഗ് ഒരു മാമ്മലാണ്, അങ്ങനെ മാമ്മൽ ഒരു ടാക്സാണ്. അങ്ങനെ ഇവരുടെ സിമിലാരിറ്റീസ് എല്ലാം അനുസരിച്ച് ഇവരെ ഡിഫറെൻറ്റ് ടാക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാക്സോണമി. ടാക്സോണമിക്ക് സ്റ്റഡി ചെയ്യുന്ന ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ. എന്ന് വെച്ചാൽ അവർ ഓർഗാനിസം തമ്മിൽ റിലേറ്റഡ് ആണോ, അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയുന്നതാണ് എക്കോളജിക്കൽ ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് ഫാക്ടേഴ്സും ബേസിസും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ഇതെല്ലാം അറിയണം. അവരെ മനസ്സിലാക്കണം ആദ്യം, അത് എന്താണ് സംഭവം എന്ന്.
പിന്നെ അതിൻ്റെ നോമിക്ലേച്ചർ, ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാമാണ് നമ്മൾ ക്ലാസിഫൈ. പണ്ടത്തെ കാലത്തെല്ലാം പീപ്പിൾസ് ക്ലാസിഫൈ ചെയ്തിരുന്നത് അവരുടെ ഫുഡും ഷെൽട്ടറും അതിൽ നിന്നുള്ള ആ സോഴ്സിൽ നിന്നെല്ലാമായിരുന്നു പണ്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇപ്പോൾ അവരുടെ ഫീച്ചേഴ്സും അവരുടെ ഡൈവേഴ്സിറ്റിയും പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്. ഈ സിസ്റ്റമാറ്റിക് എന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡിന് ഡിറൈവ് ചെയ്യും. ഈ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. സിസ്റ്റമ എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസം എന്നാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്. ലിനസ് യൂസസ് സിസ്റ്റമ നാച്ചുറേ ആസ് എ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. ഇതെല്ലാമാണ് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമിക് കാറ്റഗറീസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടാക്സോണമിക് കാറ്റഗറി എന്താണെന്ന് നോക്കാം. Plants and animals are placed in a series or a succession of different ranks or categories according to their natural relationship. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതിൻ്റെ നാച്ചുറൽ റിലേഷൻഷിപ്പ് അനുസരിച്ച് അതിനെ ഓരോ റാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് സിൻസ് ദിസ് കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ടാക്സോണമിക് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നു. ഇനി ടാക്സോണമി എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ, നോമെൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, ഈ മൂന്നിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനത്തെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമിക് ഹെർക്കി. It is a system of classification in which a group of things are ranked one above the other. In this system, 7 taxonomic categories are placed. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇതിനെ 7 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഈച്ച് കാറ്റഗറി ഇൻ എ ടാക്സോണമിക് ഹെർക്കി. ടാക്സോണമിക് ഹെർക്കിയിലെ ഓരോ കാറ്റഗറീനെയുമാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സോണമിക് കാറ്റഗറീസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു. Species and genus. Species is a group of individuals in which the individuals can interbreed among themselves. Members of a species have a large number of similar characters. ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഓർഗാനിസത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരുപാട് സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ: മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ, സൊളാനം ട്യൂബേഴ്സം, പൊട്ടറ്റോ, പാന്തറ ലിയോ, ലയൺ. The words indica, tuberosum, leo indicates the species name. Genus. A group of closely related species is called genus. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ജീനസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: പൊട്ടറ്റോ, ടൊമാറ്റോ and brinjal belongs to different species, but all belongs to the genus Solanum. Another example: lion, leopard and tiger belongs to different species, but all belongs to the same genus Panthera. ഹായ് ഓൾ, ഐ ആം നിദ ഫാത്തിമ. നമ്മൾ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡാണ് പഠിക്കാൻ പോണത്. അതിൽ ടാക്സോണമിക്കൽ കാറ്റഗറിയാണ് ഞാൻ എടുക്കുന്നത്. We can see that the taxonomical category is showing hierarchical arrangement in ascending order. ഇതിലിതാ കാണിച്ചിരിക്കുന്നത് ടാക്സോണമിക്കൽ ഹിയറാർച്ചി അസെൻഡിങ് ഓർഡറിലാണ്. അതിൽ സ്പീഷ്യസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പാണ് ഇതിൽ. പിന്നെ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ ഓഫ് ഫൈലം, കിങ്ഡം, അങ്ങനെ പോകും. ഇനി ഇതിൽ ഫാമിലി. It is the taxonomic category which contain one or more related genera. All genera of the family has some common features of correlated characters among animals. For example, genus Panthera comprising lion, tiger, leopard, along with genus Felis, cat in the family Felidae. ഫാമിലി എന്ന് പറയുന്നത്
ഒരേ തരത്തിലുള്ള ജീനസുള്ള ഓർഗാനിസത്തിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. അതിൽ പാന്തര ലിയോ, പാന്തര ടൈഗ്രിസ്, ഫെലിസ് കാറ്റ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഫെലിഡേ എന്ന് പറയുന്നതാണ്. അതിൽ പാന്തര, ഫെലിസ് ഇതിനൊക്കെ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സിമിലർ, അതിനെ ഒരു ഫാമിലി എന്ന രീതിയിൽ ഗ്രൂപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ ഫിലിഡേ എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ ഫാമിലി ഫിലിഡേൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, ഓരോ ആനിമൽസിൻ്റെ. ഇനി അടുത്തത് ഓർഡർ. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് one or more related families. Families Felidae and Canidae are included in same order Carnivore. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഫാമിലികളിലെ ഓർഗാൻസാണ്. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫിലിഡേ ഇതിൽ ഫാമിലിയിൽ നമ്മൾ പറയുന്നതാണ് ഫിലിഡേ. പിന്നെ കാനിഡേ എന്ന് പറഞ്ഞാൽ ഡോഗും ഫോക്സും ഒക്കെയാണ്. അത് നമ്മൾ കാർണിവോറ എന്ന് പറയുന്നത് ഗ്രൂപ്പിലാണ് ഇതാക്കണേ. കാർണിവോറ എന്ന് പറഞ്ഞാൽ മാംസം മാത്രം കഴിക്കണ മൃഗങ്ങളെയാണ്. ഇത് ഫുഡ് ഹാബിറ്റിൻ്റെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ക്ലാസ്. എ ക്ലാസ് ഈസ് മെയ്ഡ് ഓഫ് one or more റിലേറ്റഡ് ഓർഡേഴ്സ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഓർഡറുകളിൽ പെടുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മാമലിയ എന്ന് പറയുന്നത് മുലയൂട്ടി ജീവിക്കണ മൃഗങ്ങളെയാണ് മാമലിയ എന്ന് പറയുന്നത്. അതിൽ മാമലിയയിൽ ഉൾപ്പെടുന്നതാണ് പ്രിമറ്റ, കാർണിവോറ എന്ന് പറയുന്നത്. ആ കാർണിവോറ എന്നുള്ളത് ഓർഡറിൽ നമ്മൾ കണ്ടില്ലേ അത്. Then next one is phylum or division. The term phylum is used for animals while division is used for plants. They are formed of one or more class. The phylum Chordata of animals contains not only the mammals but also aves, reptiles, amphibians, etc. ഒരു തരത്തിലുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ഓർഗാനിസമാണ് ഫൈലം അഥവാ അല്ലെങ്കിൽ ഡിവിഷൻ. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഫൈലം കോർഡേറ്റാണ്. അതിൽ ആംബിഫിയ എന്ന വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന മൃഗങ്ങൾ, ഓരോ ജീവികൾ. പിന്നെ റെപ്റ്റൈൽസ്, മാമലിയ, ഏവ്സ് എന്ന പക്ഷികൾ. അതാണ് ഇതിൽ ഫോട്ടോ കാണിച്ചിരുന്നത്. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ കാറ്റഗറിയാണ് കിങ്ഡം. നോക്കുക, കിങ്ഡം. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. ഓൾ പ്ലാന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം പ്ലാന്റി വൈൽ ഓൾ ആനിമൽസ് ബിലോങ് ടു കിങ്ഡം ആനിമലിയ. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. അതിൽ എല്ലാ പ്ലാന്റുകളും കിങ്ഡം പ്ലാന്റിയും എല്ലാ ആനിമൽസും കിങ്ഡം ആനിമലിയ എന്ന് പറയുന്ന ഇതിലാണ് കിങ്ഡത്തിലാണ് വരുന്നത്. ഇതിൽ ഈ ടേബിൾ ഓർഗാനിസം വിത്ത് ദയർ ടാക്സോണമിക് കാറ്റഗറി. അതിൽ കോമൺ നെയിം, പിന്നെ അതിൽ ബയോളജിക്കൽ നെയിം, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. കിങ്ഡം എല്ലാത്തിലും വരുന്ന കിങ്ഡം ഇതിൻ്റെ ആവശ്യമില്ല. അത് എല്ലാ ജീവജാലങ്ങളും ഓരോ കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കോമൺ നെയിം മാൻ, ഒരു എക്സാമ്പിൾ പറയാം, മാൻ. അതിൽ ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡിയ, ഓർഡർ പ്രിമറ്റ, ക്ലാസ് മാമലിയ, ഫൈലം കോർഡാറ്റ. അങ്ങനെ ഇത് നാലും ശരിക്കും കാണാതെ പഠിക്കേണ്ടതാണ്. ഇത് ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെ ശരിക്കും പഠിക്കണം. അതുള്ളൂ ഇതിൽ പറയാനുള്ളത് ടാക്സോണമിക് ഹെറാർക്കിയിലുള്ളത്.